ബിസിനസ് ടിപ്സ് സീരീസിൻ്റെ 6ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെയിൽസ് ടെക്നിക്സും സെയിൽസ് ക്ലോസിങ്ങും എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. രണ്ടും എങ്ങനെയുള്ള കസ്റ്റമർ ആണ് എന്നുള്ളതാണ്. ഒന്ന്, അവരുടെ നീഡിൻ്റെ ബേസിൽ, അവരുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് 6ആയി തരംതിരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൈക്കോളജിക്കലി എങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർക്കനുസരിച്ചുള്ള സെയിൽസ് ടെക്നിക്സും സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ്സുകളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കസ്റ്റമേഴ്സ് നീഡ് ബേസിൽ എത്ര തരമുണ്ട്, ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഹായ്, ഐ ആം KK കൊണ്ടോട്ടി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കസ്റ്റമേഴ്സ് എത്ര തരമുണ്ട്, അവരുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ 6ആയി തരംതിരിക്കാവുന്നതാണ്. അവർ ആരൊക്കെ, ഏതൊക്കെ രീതിയിൽ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത്, ഹു ആർ ബൈങ് ടു ഫുൾഫിൽ ദെയർ നെസസിറ്റി. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഈ ഗണത്തിൽപ്പെടുത്തുന്നത്. പലതരം കസ്റ്റമേഴ്സും നമ്മളെ സ്ഥാപനത്തിലേക്ക് വരാം. അതൊരു ജ്വല്ലറി ആകട്ടെ, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു സ്ഥാപനമാകട്ടെ, ആ സ്ഥാപനത്തിലേക്ക് അവരുടെ നീഡ്സിന് വേണ്ടി വരാം, നെസസിറ്റിക്ക് വേണ്ടി വരാം, അല്ലെങ്കിൽ മറ്റു പല രീതിയിലും വരാം. ഉദാഹരണമായിട്ട് എടുത്താൽ, ഒരു ടെക്സ്റ്റൈൽസിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നെസസിറ്റിയാണ്. അതുപോലെ ജ്വല്ലറിയിലേക്ക് അദ്ദേഹം മകളുടെ കല്യാണത്തിന്, മകളുടെ വിവാഹത്തിന് സ്വർണം വാങ്ങിക്കാനാണ് വരുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ നെസസിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കുന്ന രീതിയിൽ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട്, അദ്ദേഹത്തെ എംപതൈസ് ചെയ്തുകൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ സെയിൽസ് വേണ്ട രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഹു ആർ ബൈങ് ഫോർ ദെയർ കൺവീനിയൻസ് എന്നാണ്. അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരെയാണ് നമ്മൾ ഇത്തരം ഗണത്തിൽപ്പെടുത്തുന്നത്. ഇപ്പോൾ എല്ലാം സൗകര്യങ്ങൾക്കാണല്ലോ പ്രാധാന്യം കൽപ്പിക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് തന്നെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല ആളുകളും സാധനം വാങ്ങിക്കാൻ വരുന്നത്. ഉദാഹരണമായിട്ട് എടുത്താൽ, ഒരു ഹാർഡ്വെയറിലേക്ക് ഒരു വാട്ടർ പമ്പ് കൺട്രോളർ വാങ്ങാൻ വരുന്ന ഒരാള് അവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ മോട്ടർ ഓൺ ആക്കുക, ഓഫ് ആക്കുക, അല്ലെങ്കിൽ അത് ഓർത്തിരിക്കുക, അത് മറന്നു പോകാതിരിക്കുക എന്നുള്ള ആ ബേർഡൻ ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവരുടെ ഓട്ടോമൈസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സൗകര്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ വാട്ടർ പമ്പ് കൺട്രോളർ വാങ്ങുന്നത്. അത്തരം സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ഒരാളെ, അത് ഏത് സാധനമായാലും, ഇപ്പോൾ ഒരാള് ഒരു ബൈക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുമ്പോൾ അത് പല രീതിയിലുമാകാം. അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ യാത്ര സുഖകരമാക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്റ്റേജ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാകാം, അതല്ലെങ്കിൽ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടാകാം. ഈ രീതിയിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് അവർ സാധനം വാങ്ങാൻ വരുന്നത് എങ്കിൽ അതിനനുസരിച്ച് അവരോടൊപ്പം നിൽക്കുകയും അതുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന സൗകര്യങ്ങളും അവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങളുമൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് സാധനം വാങ്ങിക്കുന്ന രീതിയിൽ ഈ സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ കസ്റ്റമറുടെ എയിം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രണ്ടാമത്തേത് കൺവീനിയൻസ് ആണ്. അപ്പോൾ ആ കൺവീനിയൻസിന് ഉതകുന്ന രീതിയിൽ ആ സെയിൽസ് പേഴ്സൺ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ആവശ്യമായുള്ള നിർദ്ദേശങ്ങളും സഹകരണങ്ങളും നൽകിക്കൊണ്ട് ആ സെയിൽസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഹു ആർ ബൈങ് ടു എക്സ്പ്രസ് ദർ പ്രസ്റ്റേജ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം നമുക്കറിയാം, ഇന്ന് ധാരാളം സിറ്റികളിൽ വലിയ വലിയ
അലങ്കരിച്ച ഷോറൂമുകൾ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അത് മിക്കവാറും ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം പല ആളുകളും നെസസിറ്റി ആണെങ്കിൽ പോലും, അതല്ലെങ്കിൽ കൺവീനിയൻസ് ആണെങ്കിൽ പോലും അതൊരു പ്രസ്റ്റീജ് ആയിട്ട് എടുത്തിരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഒരു ഷർട്ട് വാങ്ങുമ്പോൾ അത് വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വാങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബാഗ് വാങ്ങുമ്പോൾ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ വാങ്ങുന്നത്. ഈവൻ ഒരു പെന്നാണെങ്കിലും മോൺ ബ്ലാങ്കിന്റെ പെന്ന് അല്ലെങ്കിൽ ക്രോസിന്റെ പെന്ന്, അതുപോലെ തന്നെ വാച്ച് വാങ്ങുമ്പോൾ ലക്ഷങ്ങളുടെ വിലയുള്ള വാച്ച്, ഇതുപോലെ അവരുടെ പ്രസ്റ്റീജ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് സെൽഫായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വരുന്ന ആളുകളെയാണ് നമ്മൾ ഈ ഗണത്തിൽപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഗണത്തിലുള്ള ആളുകളെ അവർക്കനുസരിച്ച് തന്നെ ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ സെയിൽസ് അവിടെ ക്ലോസ് ആകുന്നുള്ളൂ. ഓരോ പ്രൊഡക്റ്റിന്റെയും വേൾഡ് ലെവലിലുള്ള വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ ജനങ്ങൾക്കിടയിൽ അതിനുള്ള സ്വീകാര്യത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇതെടുത്താൽ ഈ അവസ്ഥയിലേക്ക് അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിൽ ക്ലോസ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കാൻ ഇത് എത്തരം ആളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സെയിൽസ്മാന് അത് സാധ്യമാകുന്നതാണ്. എന്നാൽ നാലാമത്തേത് ഹു ആർ ബൈയിങ് ഫോർ എക്സ്പ്ലോറേഷൻ ഓർ അപ്ഗ്രഡേഷൻ എന്നാണ്. ഇത് വേറെ ഒരു തരം കസ്റ്റമേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ കരുതി അവരുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ലാത്തൊരു സാധനം എങ്കിൽ പല നിലക്കും പല മാർഗത്തിലൂടെയും അതിനെക്കുറിച്ച് അറിവ് ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാധനം ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുന്നതിന് വേണ്ടിയോ, അതല്ല എങ്കിൽ നിലവിൽ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, അത് ഒരു സാധനം, അതൊരു പക്ഷേ ഒരു കാറാകാം, ബൈക്കാകാം, മൊബൈൽ ഫോൺ ആകാം, എന്തുമാകട്ടെ, അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വരുന്ന രീതിയിലുള്ള ആളുകളും ആകാം. ഒന്നുകിൽ ഒരു എക്സ്പ്ലോറേഷൻ ആകാം, അതല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡേഷൻ ആകാം. അപ്പോൾ കസ്റ്റമറുടെ ലക്ഷ്യം എക്സ്പ്ലോറേഷൻ ആണ് എങ്കിലും അതല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ ആണ് എങ്കിലും അതിനനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യാൻ സെയിൽസ്മാന് കഴിയുക എന്നുള്ളതാണ്. അതിനനുസരിച്ചായിരിക്കും ആ സെയിൽസിന്റെ ക്ലോസിംഗ് നടക്കുക. അഞ്ചാമത്തേത് മുന്നേ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ ഒരു മിക്സിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഫോർ നെസസിറ്റി വിത്ത് പ്രസ്റ്റേജ് ആണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിൽ തന്നെയായിരിക്കും അവർ വന്നിട്ടുണ്ടാകുക. പക്ഷേ ഒരു സാധാരണ ഒരു സാധനം വാങ്ങിക്കാൻ അവർ തയ്യാറല്ല. അവരുടെ പ്രസ്റ്റീജ് കാണിക്കുന്നതിന് പറ്റിയ രീതിയിലുള്ള ബ്രാൻഡുകളോ പ്രൊഡക്റ്റുകളോ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റിക്വയർമെന്റ് മനസ്സിലാക്കി വേണം അവരുമായി ഇടപെടാനും സെയിൽസ് ക്ലോസ് ചെയ്യാനും. ആറാമത്തേതും അതുപോലെ തന്നെയാണ്, രണ്ട് കാര്യങ്ങളുടെ മിക്സ് ആണ്. അത് ഫോർ കൺവീനിയൻസ് വിത്ത് എക്സ്പ്ലോറേഷൻ. അവരുടെ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടി, ഒന്ന് പരീക്ഷ നോക്കുന്നതിന് വേണ്ടി, പുതിയ ടെക്നോളജിയോ പുതിയ മെത്തേഡ്സുകളോ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെയാകാം അവർ തിരഞ്ഞെടുക്കുന്നത്. അത്തരം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ സമീപിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായുള്ള സപ്പോർട്ട് നൽകിക്കൊണ്ട് ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ ആ സെയിൽസ്മാൻ വിജയിക്കുന്നുള്ളൂ. നിങ്ങളുടെ ബിസിനസ് ഏത് രീതിയിലുള്ളതാകട്ടെ, ടെക്സ്റ്റൈൽസ് ആകാം, ജ്വല്ലറി ആകാം, ഹാർഡ്വെയറോ ഇലക്ട്രോണിക് ഷോപ്പോ സൂപ്പർ മാർക്കറ്റോ ഏത് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ 6 തരം കസ്റ്റമേഴ്സ് ആയിരിക്കും ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്കും നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫുകൾക്കും സാധിച്ചാൽ മാത്രമേ അത് കച്ചവടമാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകും, ഈ കസ്റ്റമേഴ്സിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. രണ്ട് രീതിയിൽ ഒബ്സർവേഷൻ നിങ്ങൾക്ക് നടത്താം. ഒന്ന്, അദ്ദേഹത്തെ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യുന്നതിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഉദാഹരണമായി, ഒരു വാച്ച് വാങ്ങാൻ വരുന്ന ഒരാള് അദ്ദേഹം ഇപ്പോൾ ഏത് ബ്രാൻഡ് വാച്ചാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഷൂ വാങ്ങാൻ വരുന്ന ആള് ഏത് തരം ഷൂ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ പെന്ന് വാങ്ങാൻ വരുന്ന ആള് എത്തരം പെന്ന് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഫിസിക്കലായിട്ട് വാച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഒരു വാല്യൂം, അതിന്റെ ഒരു ബ്രാൻഡ് വാല്യൂം ഒക്കെ മനസ്സിലാക്കാൻ ഈ സെയിൽസ്മാന് സാധിക്കുമ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തോട് ഇടപെടാൻ സാധിക്കും. അതിലുപരി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന കസ്റ്റമറുമായി നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷം അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് ആവശ്യമായിട്ടുള്ള ചില വ്യത്യസ്ത ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കലും ഈ കസ്റ്റമറെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്, അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് വളരെ അക്യുറേറ്റ് ആയിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ നീഡ്സ് അവര് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എത്തരം കസ്റ്റമർ ആണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് അയാളെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയും അതിനുതകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകള്, അതിനുതകുന്ന രീതിയിലുള്ള സർവീസുകള് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് നടക്കും. നിങ്ങളുടെ സ്ഥാപനത്തില് നിങ്ങളുടെ തൊഴിലാളികളാകട്ടെ, നിങ്ങളാകട്ടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങും. ആ പെർഫോമൻസിലൂടെ നിങ്ങളുടെ ബിസിനസിന്റെ നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് എന്താണോ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിമായിട്ടുള്ള സെയിൽസ് വളരെ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.